Hello everyone. അന്നേരം പാർട്ട് 6 വരെയുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ട് 7 ഓഫ് ഫംഗ്ഷൻസിലേക്ക് കിടക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡൊമൈനെയും റേഞ്ചിനെയും കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങും. പിന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനും ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷനും എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തുടരാം. ഞാൻ ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് y is equal to 2 ന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാ വരുന്നതെന്ന്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ. ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. എക്സ് എല്ലാ വാല്യൂ എടുക്കും. ഇതിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ തന്നെ y is equal to 2⁻⁻x ആണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇങ്ങനെ തിരിഞ്ഞു വരും അല്ലെ. ഇതും x ബിലോങ്സ് ടു ആർ, അതായത് ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താണ്? റേഞ്ചും 0 to infinity ആണ് അല്ലെ. സോ ഞാനൊരു കോൺസെപ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറയാം. ആർ ഗ്യാങ്ങിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ലെ? ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആർ ഗ്യാങ്ങിനെ പറ്റി ഞാൻ പറയാണ്. ആർ ഗ്യാങ്ങിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാണ്. ഇപ്പൊ നമ്മൾ ഡൊമൈൻ ഓഫ് y is equal to 2⁻x അതെന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡൊമൈൻ വരുന്ന എന്തിന്റെയും ഏതൊരു ഫംഗ്ഷന്റെ 2⁻x ഒരു ഫംഗ്ഷൻ ആണ്. ആ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താണ്? എക്സാമ്പിൾ, എക്സിനെ x² കൊണ്ട് റീപ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ 2⁻x². ഇപ്പൊ ആരെങ്കിലും 2⁻x² ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തോ അതിന്റെ ഡൊമൈൻ തന്നെ ആയിരിക്കും 2⁻x² ഡൊമൈൻ. അതായത് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് y is equal to x² തന്നെ ആയിരിക്കും. എന്താണ്? 2⁻x എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് എഗ്രി ചെയ്യുന്നുള്ള എല്ലാവരും. അങ്ങനെ ഒരു ഫംഗ്ഷനിലെ ഈ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ, ലെറ്റ്സ് സേ 2⁻x² ഫോം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് എക്സിനെ x² കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴല്ലേ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് y is equal to ആ റീപ്ലേസ് ചെയ്ത സാധനം, അതായത് x² തന്നെ ഡൊമൈൻ ആയിരിക്കും. അതായത് അതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് തന്നെ വരും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കുറെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. y is equal to 2⁻sin−1x. നമുക്കറിയാം 2⁻x നെ sin−1x കൊണ്ട് റീപ്ലേസ് ചെയ്തല്ലേ. അന്നേരം ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെയിം ആസ് ഡൊമൈൻ ഓഫ് sin−1x തന്നെ അല്ലേ. കാരണം 2⁻x എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിലെ എക്സിനെ sin−1x കൊണ്ട് റീപ്ലേസ് ചെയ്തതുകൊണ്ട് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് sin−1x ന്റെ ഡൊമൈൻ. sin−1x ന്റെ ഡൊമൈൻ എന്താണ്? എക്സിന്റെ വാല്യൂസ് -1 നും 1 നും ഇടയ്ക്കൽ എന്നല്ലേ. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്കും കൂടെ കിടക്കാം. Find the domain of y is equal to sin−1 of x the whole cube minus 3 times of sin−1 of x plus 2. ഇത് നമ്മൾക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ x³ minus 3x plus 2 ഒരു ഫോം അല്ലേ. നമുക്കറിയാം ഒരു ക്യൂബിക് പോളിനോമിയൽ ഫംഗ്ഷന്റെ എല്ലാം ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അന്നേരം ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ എക്സിനെ sin−1x കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഷുഡ് ബി സെയിം ആസ് ഡൊമൈൻ ഓഫ് sin−1x അല്ലെ. അതായത് ഇത് -1 നും 1 നും ഇടയ്ക്കാണ്. അഗെയിൻ -1 നും 1 നും ഇടയ്ക്കാണെന്ന് തന്നെ വീണ്ടും വരും. കാര്യം പിടികിട്ടി വരുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ലെവല് കൂട്ടി വരുവാണെങ്കിൽ ഞാൻ ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് y is equal to 2⁻sin−1 of 2 minus mod x by 4 plus cos inverse of 2 minus mod x by 4. ഓക്കെ, ഇതും 2⁻x ഫോം അല്ലേ. അതായത് ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരുന്ന ഒരു ഫംഗ്ഷനെ ഈ കംപ്ലീറ്റ് കാര്യം കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൊമൈൻ സെയിം ആസ് ഡൊമൈൻ ഓഫ് sin−1 of 2 minus mod x by 4 plus cos inverse of 2 minus mod x by 4 അല്ലെ. നമുക്കറിയാം sin−1ന്റെയോ cos inverseന്റെയോ ഡൊമൈൻ sin−1ന്റെ അകത്തുള്ളത് എപ്പോഴും -1 നും 1 നും ഇടയ്ക്കായിരിക്കും. അതായത് 2 minus mod x by 4 -1 നും 1 നും ഇടയ്ക്കായിരിക്കും. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് 4 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് ആണ്, 2 മൈനസ് മോഡുലസ് ഓഫ് എക്സ് ആണ്.
minus 4 less than or equal to 2 minus mod x less than or equal to 4 എന്ന് വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വീണ്ടും എന്താണ് നമ്മൾ -2 ത്രൂ ഔട്ട് സബ്ട്രാക്ട് ചെയ്ത -6 less than or equal to minus mod x less than or equal to 2 എന്ന് വരും. ഇനി ഈ മൈനസ് mod x നെ മാറ്റാൻ എന്താണ് ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഇൻഇക്വാലിറ്റിയെ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആകത്തില്ലേ? ആകുമല്ലോ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 6 greater than or equal to mod x greater than or equal to -2 എന്ന് കിട്ടി. mod x greater than or equal to -2 of course greater than or equal to 0 അല്ലേ? അതുകൊണ്ട് നമുക്കറിയാം ഈ mod x ൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യണമെന്നല്ലേ അറിയാലോ. എന്നിട്ട് നമുക്ക് എന്താ ബാക്കിയുള്ളത്? mod x less than or equal to 6. നമുക്ക് കുതിരയുണ്ട്, 6 ഉണ്ട്, -6 ഉണ്ട്. ഇതിനിടയ്ക്കുള്ള വാല്യൂസ് അല്ലേ? അതായത് x belongs to -6 to 6 എന്ന് നമുക്ക് അറിയാലോ. ഇതുകൊണ്ടാണ് ഞാൻ ഇൻഇക്വാലിറ്റി ഒക്കെ ആദ്യമേ പഠിച്ച് ചെയ്തത്. നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകണം. ഈ കുതിരക്കാരിയൊക്കെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാർ മാർക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചിന്തിച്ച് ചെയ്യുക. സോ y is equal to 6th root of 4 raised to x plus 2 raised to 2 by 3 times of x minus 2 minus 52 minus 2 raised to 2 times of x minus 1. ഓക്കെ, നമുക്കറിയാം ഈവൻ റൂട്ട് വരുന്ന എല്ലാ ഫംഗ്ഷന്റെയും സെയിം ആസ് ഇതിന്റെ ഡൊമെയിൻ സെയിം ആസ് സ്ക്വയർ റൂട്ട്. അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈവൻ റൂട്ട് വരുന്ന എല്ലാം 6th root, 4th root, 12th root is all same as the domain of square root of 4 raised to x plus 8 raised to 2 by 3 into x minus 2 minus 52 minus 2 raised to 2 into x minus 1. അല്ലെ, നമ്മൾ റൂട്ടിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് റൂട്ടിനകത്തുള്ളത്? അതായത് 4 raised to x plus 8 raised to 2 by 3 times of x minus 2 minus 52 minus 2 raised to 2 times of x minus 1 എന്ന് പറയുന്നത് this should be greater than or equal to 0. ഈ 4 raised to x ന് 4 2 square ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെ 2 raised to 2x എന്ന് എഴുതാം. പ്ലസ് ഇതിനെ 8 raised to 1 by 3 whole raised to 2x minus 2 എന്ന് എഴുതാലോ. 8 raised to 1 by 3 എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 8, അതായത് 2 raised to 2 times of x minus 2, അതായത് 2x minus 4 എന്ന് എഴുതാം. ഇതെന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ. 8 raised to 1 by 3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ്, അത് 2 ആണ് അല്ലെ. minus 52 പിന്നെ എന്താ സംഭവിക്കുന്നത്? മൈനസ് ഇനി എന്താ സംഭവിക്കുന്നത്? 2 raised to 2 times of x minus 1. ഇത് greater than or equal to 0 എന്ന് നമുക്ക് കിട്ടി അല്ലെ. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2 raised to 2x plus 2 raised to 2 times of x minus 3 minus 2 raised to 2 times of x minus 1 minus 52 നെ റൈറ്റിലോട്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാലോ. നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാലോ. ഓക്കെ, അതായത് 2 raised to 2x plus 2 raised to 2x minus 6 എന്നല്ലേ? minus 6 എന്ന് വരുന്നില്ലേ? minus 3 ആണോ? ഇത് x 2x minus ഇത് 2 raised to 2x minus 4 ആണ്. 2 raised to 2x divided by 2 raised to 4, അതായത് 16 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് മൈനസ് ഇതിനെ നമുക്ക് 2 raised to 2x minus 2 എന്ന് എഴുതാം. അതായത് minus 2 എന്ന് എഴുതാം, greater than or equal to 52. അതായത് 2 raised to 2x plus 2 raised to 2x divided by 16 minus 2 raised to 2x divided by 2 square എന്ന് എഴുതാമല്ലോ. അതായത് 4 greater than or equal to 52. 2 raised to minus 2 എന്ന് പറയുന്നത് 1 by 2 square ആണ്, 1 by 4 ആണ്. പിന്നെ നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ 16 LCM എടുത്തു കഴിഞ്ഞാൽ 16 times of 2 raised to 2x plus 2 raised to 2x minus 4 times of 2 raised to 2x. ഇത് greater than or equal to 52 എന്ന് നമുക്ക് കിട്ടുമല്ലോ. കിട്ടുന്നില്ല എല്ലാവർക്കും? ഓക്കെ,
ഇതിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്ന 16 ടൈംസ് ഓഫ് 2 റേസ് ടു 2x 2 റേസ് 17 ടൈംസ് ഓഫ് 2 റേസ് ടു 2x മൈനസ് 4 ടൈംസ് ഓഫ് 2 റേസ് ടു 2x. അതായത് ഇത് ടോട്ടൽ 13 ടൈംസ് ഓഫ് 2 റേസ് ടു 2x അല്ലേ വരുന്നത്. 4 ടൈംസ് ഉണ്ട്, 1 ടൈം ഉണ്ട്, 16 ഉണ്ട്. സിമ്പിൾ ആൾജിബ്ര ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 13 ടൈംസ് ഓഫ് 2 റേസ് ടു 2x ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 52. 13ഉം 52ഉം ക്യാൻസൽ ആയി പോയി 4 ടൈംസ് അല്ലെ. അതായത് 2 റേസ് ടു 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 into 4. 16 into 4 എന്ന് പറയുന്നത് എത്രയാണ്? 64 അല്ലെ. 2 raised to 2x, അതായത് 2 raised to 2x greater than or equal to 64 എന്ന് പറയുന്നത് 2 raised to 5 32 അല്ലെ. 2 raised to 6 ആണ്. അതായത് ബേസ് സെയിം ആയതുകൊണ്ട് പവറിനും സെയിം ഇൻഇക്വാലിറ്റി നമുക്ക് കൊടുക്കാമല്ലോ. അതായത് 2x greater than or equal to 6, അതായത് x greater than or equal to 3. x greater than or equal to 3 വരണമെങ്കിൽ അതായത് x belongs to 3 to infinity എന്ന് നമുക്ക് എഴുതാൻ കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നു ഇത്. കുറച്ച് ലെങ്തി ആണ്, ആദ്യമായിട്ടാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, so 2x greater than or equal to 6, x greater than or equal to 3, so x belongs to this ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഉണ്ട്. അത് നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഇൻ ഡെപ്തിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ കുറിച്ചും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഫംഗ്ഷൻ ഒരു പാർട്ട് 2 എന്നും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടായിരിക്കും അതിനായിട്ട്. ഓക്കെ, അടുത്തായിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് തുടങ്ങാൻ പറ്റിയത് ഒരു സാധനമുണ്ട്, GIF ഫംഗ്ഷൻ. അത് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനും ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷനും. ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കുറച്ച് പോയിന്റ്സ് എഴുതാം. റെപ്രസെന്റഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് ഇട്ട് വെക്കും അല്ലെ. പിന്നെ ഇത് നമ്മൾ നമ്പർ ലൈനിൽ ഇപ്പൊ ഒരു നമ്പർ എക്സിന് ലെഫ്റ്റിലായിട്ടുള്ള ഇന്റീജർ വാല്യൂ ആണ് എടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 3.84, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.84, അതായത് 3. അതായത് 3.84 ഇവിടെയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ഇന്റീജർ ഏതാണ്? 3. അതായിരിക്കണം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 4.12 എന്താണ്? 4. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് an ഇന്റീജർ അത് തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 9 എന്ന് പറയുന്നത് 9 ആയിട്ട് തന്നെ വരുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഓക്കെ, നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 4.12 എത്രയാണ്? 4 വരും അല്ലെ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 4.12. നെഗറ്റീവ് നമ്പേഴ്സ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -25.16 എത്ര? -26 ആണ്. കാരണം ഇവിടെ -24 -25 -26 -25.16 ഇവിടെ എവിടെയോ വരും. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ -25.6 എത്ര? -26 ആണ്. ആ കാര്യം ഓർക്കുക. സോ -8ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ എത്രയാണ്? -8 തന്നെ. -16.77ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ എത്രയാണ്? -17 ആയിട്ട് വരും. സോ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന കേസിൽ ഈ കേസ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് NCERT പഠിച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഓക്കെ, 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്താ? 0 തന്നെയല്ലേ വരുന്നത്. 0.5 0.7 എല്ലാം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലോവർ ദാൻ ഓർ ഈക്വൽ ടു അത് 0 തന്നെയാണ് വരുന്നത്. എക്സാക്ട്ലി എവിടെ വെച്ച് അത് നിൽക്കും? 1ൽ വെച്ചിട്ട് നിൽക്കും. അതുകൊണ്ട് ഹോള്. വീണ്ടും 1നും 2നും ഇടയ്ക്കുള്ള വാല്യൂസിലെല്ലാം y വാല്യൂ എത്രയാ വരുന്നത്? 1 തന്നെ വരും. സോ ഇങ്ങനെ പോകും. ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി പോകുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും ചിലരൊക്കെ വിളിക്കാറുണ്ട്. ഇങ്ങനെ കയറി കയറി പോകും. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ തന്നെ ഇങ്ങനെ വിട്ടടിച്ച് ഫംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കും അല്ലെ. സോ ഇതാണല്ലോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ. ഇതിന്റെ അർത്ഥം എന്താണ്? 2നും 3ക്കുള്ള ഏത് വാല്യൂവിനും 2 ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. -1നും 0ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂവിനും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. കാരണം എന്താണ്? എക്സിന് എല്ലാ വാല്യൂസും എടുക്കാം. റേഞ്ച് എന്താണ്? y വാല്യൂസ്. y വാല്യൂസ് നമുക്കറിയാം ഇന്റീജർ വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് ഓർ z സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് ആണ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ? എല്ലാവർക്കും തന്നെ കാര്യം പിടികിട്ടിയല്ലോ?
Okay, wonderful. കാര്യം പിടിയിട്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് log of x minus 3. This is same as domain of എന്താണ് log of x minus 3. കാരണം എന്താ, നമ്മളറിയാം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഡൊമെയിൻ r ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സില് എക്സിനെ log of x minus 3 കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ വരുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു, ആർ ഗ്യാങ് അതായത് ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തോ അതിന്റെ ഡൊമെയിൻ തന്നെ ആയിരിക്കും ഇതിന്റെ കംപ്ലീറ്റിന്റെ ഡൊമെയിൻ. സോ ദിസ് ഇസ് സെയിം ആസ് ഡൊമെയിൻ ഓഫ് log of x minus 3. കാരണം എന്താണ്, ആർ ഗ്യാങ് അല്ലെ, ആർ ഗ്യാങ്. ഇപ്പൊ ലോഗിന്റെ ഡൊമെയിൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന, അതിന്റെ ആർഗ്യുമെന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അത് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം, അതായത് 3 to infinity ആണ്, എക്സ് ബിലോങ്സ് ടു 3 to infinity ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലേ. വണ്ടർഫുൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷനെ കുറിച്ച് എഴുതാം. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ആദ്യത്തെ എന്ന് പറയുന്നത്, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഒരു ഇന്റീജർ ഉള്ളിൽ വന്ന ആ ഇന്റീജർ എന്ന് തന്നെ വരും. ഓക്കെ, അതൊരു നെഗറ്റീവ് ഇന്റീജർ ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്നും വരും അല്ലെ. ഇത് ആദ്യത്തെ പോയിന്റ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഒരു ഇന്റീജർ ആണെങ്കിൽ ഓർക്കുക, ആ ഇന്റീജറിനെ അങ്ങ് പുറത്തോട്ട് തള്ളും, എന്നിട്ട് ബോക്സിന്റെ അകത്ത് വീണ്ടും എക്സ് തന്നെ നടക്കും അല്ലെ. കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1.5 plus 2 എന്ന് പറയുന്നത് സെയിം ആസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 3.5, അത് 3 അല്ലേ. ദിസ് ഇസ് സെയിം ആസ് 2 plus ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1.5, അതായത് 3. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ഓക്കെ, സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് whatever is the integer value n. So greatest integer of x plus 3 എന്താണ്, greatest integer of x plus 3 എന്ന് വരും. അതേപോലെ തന്നെ greatest integer of x minus 7 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, greatest integer of x minus 7 എന്ന് വരും. കാരണം minus 7 അല്ലേ പുറത്തുള്ളത്, minus 7 എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഒരു n വാല്യൂ ആണ് തരുന്നതെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ്, ലെറ്റ്സ് സേ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് ലെറ്റ്സ് സേ 2.15 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ റേഞ്ചിലുള്ള വാല്യൂസ് പറ്റുമായിരുന്നു, അത് 2നും 3ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂസും പറ്റും. അതായത് ഇപ്പം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് n ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസിന് ഇടയ്ക്ക് പറ്റാൻ പറ്റും, n+1 വരെയും പോകാം, ഓർ n തന്നെയാകാം. n-നും n+1-നും ഇടയ്ക്കുള്ള n ഇൻക്ലൂഡഡ് n+1 നോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും എക്സിന് എടുക്കാം. കാര്യം പിടികിട്ടിയോ? എക്സാമ്പിൾ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 4 ആണെങ്കിൽ എക്സിന് 5നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂസും എടുക്കാൻ പറ്റും. ശരിയല്ലേ? സോ n-നും n+1-നും ഇടയ്ക്ക്. സോ ഇത് കുറച്ച് ലോജിക്കൽ ആയിട്ട് ഓർത്താൽ മതി. സോ ഇഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇസ് -1, നമുക്കറിയാം ഇത് -1-നും n+1 അതായത് 0ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂസും ഇതിന് എടുക്കാൻ പറ്റും. അന്നേരം എല്ലാം ഇത് സാറ്റിസ്ഫൈഡ് ആകും. കാര്യം മനസ്സിലായി വരുന്നുള്ളൂ ഗ്രേറ്റസ്റ്റ് ഇന്റീജറിന്റെ കളിയൊക്കെ. ഓക്കെ, ആണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും ചെയ്യാം. ഓക്കെ, ചോദ്യം ഇതാണ്, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇങ്ങനെ വരുവാണെങ്കിൽ, ഇത് 4 എന്ന് വരുവാണെങ്കിൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഓർക്ക് അവസാനത്തെ ബ്രാക്കറ്റിൽ നിന്നങ്ങ് തുടങ്ങുക. ഈ എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റീജർ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്കറിയാം ഒരു ഗ്രേറ്റസ്റ്റ് ഇന്റീജറിന്റെ ഉള്ളില് എക്സ് പ്ലസ് എൻ എന്ന് പറയുന്ന n ഇന്റീജർ ആണെങ്കിൽ n പുറത്തു വന്നിട്ട് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പുറത്തു വരുമെന്നാണ്. ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു ഇന്റീജർ ആണ്, അന്നേരം അതങ്ങ് പുറത്തു വരും. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇവിടെ തന്നെ കിടക്കും. അത്രയല്ലേ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലെ. ഈ ഇന്റീജറിനെ അങ്ങ് തള്ളി പുറത്താക്കും അല്ലെ. എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു 4. അഗൈൻ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഇതിനെയും വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സും ഓൾറെഡി ഇന്റീജേഴ്സ് ആണ്. അതിനെ രണ്ടിനെയും കൂടെ പുറത്താക്കി കഴിഞ്ഞാൽ 2 times ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സിനെ പുറത്താക്കി. പിന്നെ എന്താണ്, ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മാത്രം ഇവിടെ ബാക്കി കിടക്കും അല്ലെ. ഇത് ഈക്വൽ ടു 4. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3 times ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് വന്നില്ലേ.
this is equal to 4. Again, see, ഇത് integer value ആണെന്നറിയാം, അത് വീണ്ടും പുറത്താകും. ഇത് x ഉള്ളിൽ തന്നെ കിടക്കും. 3 times of greatest integer of x 4 എന്ന് വന്നു. അതായത് 4 times of greatest integer of x 4, അതായത് greatest integer of x 1 എന്ന് വരും. അല്ലെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x 1 ആണെങ്കിൽ, if greatest integer of x is 1, x can lie between n+1 അല്ലെ and 1, അതായത് 1നും 2നും ഇടയ്ക്കുള്ള എന്ത് വാല്യൂസ് വേണമെങ്കിലും ഇതിന് എടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ഡൗട്ടും വേണ്ടല്ലോ, അല്ലെ? ശരിയല്ലേ? അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും if എക്സ് ഒരു ഇന്റീജർ ആണെങ്കിൽ. അത് -1 ആയിരിക്കും എക്സ് ഇന്റീജർ അല്ലെങ്കിൽ. എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -2, ഇത് 2 വരും, ഇത് -2 വരും, 0 ആയി പോകും, ഇത് ഇന്റീജർ ആയതുകൊണ്ട്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2.1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -2.1, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2.1 2 ആണ്, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -2.1 -3 ആണ്, ഇത് -1 വരുമല്ലോ. സോ ഉള്ളില് ഇന്റീജർ ആണെങ്കിൽ, എക്സ് ഇന്റീജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -x എന്ന് പറയുന്നത് 0യും വരും. ഉള്ളിലുള്ളത് ഇന്റീജർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -x എന്ന് പറയുന്നത് -1ഉം വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണിത്. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ domain of f of x is equal to 1 divided by greatest integer of x the whole square minus 3 into greatest integer of x plus 2. See, നമുക്ക് ഇപ്പൊ അറിയാം 1 divided by anything വന്നു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, അതല്ലേ നമ്മുടെ മെത്തേഡ്. സോ ദിസ് നോട്ട് ഈക്വൽ ടു 0. ആദ്യം എന്താ ചെയ്യുന്നത്, നമുക്ക് ഈക്വൽ ടു 0ക്ക് അങ്ങ് സോൾവ് ചെയ്യാം. അതായത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് 1ഉം 2 ആണല്ലോ ഫാക്ടേഴ്സ്, ഇൻഡു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് 2, ഇത് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2 അല്ലെ. അതായത് എക്സ് 1നും 2നും ഇടയ്ക്കാവാൻ പറ്റില്ല അല്ലെ. അതോടൊപ്പം തന്നെ അല്ലെ, ഓർ എക്സ് ഇത് നോട്ട് ഈക്വൽ ആണ്, ഈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് 2നും 3ക്കും ഇടയ്ക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 2 ആകാൻ പാടില്ല. 2 ആകുന്ന എപ്പോഴാണ് 2ക്കും 3ക്കും. ഈ ഇത്രയും വാല്യൂസ് ഇത് എടുക്കാൻ പാടില്ല എന്നല്ലേ അർത്ഥം. ഇത്രയും വാല്യൂസ് എടുക്കാൻ പാടില്ലെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എവിടെയാ വരാൻ പോകുന്നത്, നിങ്ങൾ തന്നെ പറ. ഇത്രയും വാല്യൂസ് ഇതിനെടുക്കാൻ പാടില്ലെങ്കിൽ ഇതിന്റെ യൂണിയനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ വരെയാണ് ഇതിന് എടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ എല്ലാരും ചെയ്യുമല്ലോ. കംപ്ലീറ്റ് ചെയ്തേരാം, ഈ ഭാഗം അങ്ങ് കംപ്ലീറ്റ് ചെയ്തേരാം നന്നായിട്ട് തന്നെ. ഇത് നോട്ട് ഈക്വൽ ആണ്, കാര്യം പിടികിട്ടിയല്ലോ. ദിസ് ഇസ് നോട്ട് ഈക്വൽ. ഇത് ഈക്വൽ ടു 1 വരുന്നത് ഈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. എക്സ് 1നും 2നും ഇടയ്ക്കും പറ്റില്ല, 2ക്കും 3ക്കും ഇടയ്ക്കും പറ്റില്ല. വേറെ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. അതായത് ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഈ വാല്യൂസ് അല്ല, അതായത് 1നും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം അങ്ങ് മാറ്റുക, അതല്ലേ അർത്ഥം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഇത്രയും വാല്യൂസ് പാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1നും 2നും ഇടയ്ക്കുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1 to 2 യൂണിയൻ 2 to 3, അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത 1 to 3, ഇത്രയും വാല്യൂസ് പാടില്ല. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് അതിനെ അങ്ങ് എടുത്ത് കളയുക അല്ലെ. ഇതായിരിക്കണം ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമല്ലേ. ലെവലൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള ഇതാണ് JEE അഡ്വാൻസിന്റെ ലെവല്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക്. കേരളത്തിലെ പിള്ളേരൊക്കെ പൊളിയാണ്. നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ്. നല്ല ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. If y is equal to 2 times of greatest integer of x plus 3 and y is also equal to 3 times of x greatest integer of x minus 2 plus 5,
then what is greatest integer of x plus y? ഇതാണ് നമ്മുടെ ചോദ്യം. സോ ആദ്യത്തെ y തന്നിരിക്കുന്ന 2 times of greatest integer of x plus 3. അതോടൊപ്പം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് y is equal to 3 times of greatest integer of x minus 2 plus 5. അല്ലെ? So 2 times of greatest integer of x plus 3 should be equal to 3 times of, അല്ലെ, 3 times of greatest integer of x minus 2 plus 5. അല്ലെ? So 2 times of greatest integer of x plus 3 is equal to 3 times of. നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജറിന്റെ അകത്ത് ഒരു ഇന്റീജർ വന്നു കഴിഞ്ഞാൽ അതിനെ പുറത്തെടുക്കണമെന്ന് അറിയാലോ. സോ ദിസ് ഇസ് 3 times of greatest integer of x minus 2 എന്ന് നമുക്ക് കിട്ടുമെന്നറിയാം, അല്ലെ, പ്ലസ് 5. അതായത് 2 times of greatest integer of x plus 3 is equal to 3 times of greatest integer of x minus 6 plus 5 minus 1 എന്ന് വരും, അല്ലെ. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, 2 times of greatest integer of x ഉം 3 times of greatest integer of x ഉം, അതായത് greatest integer of x is equal to 4 എന്ന് നമുക്ക് കിട്ടി, അല്ലെ. greatest integer of x is equal to 4 എന്ന് നമുക്ക് കിട്ടി. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. സോ greatest integer of x 4 ആണെങ്കിൽ y വാല്യൂ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y is equal to greatest integer of x 4 ആണെങ്കിൽ y is equal to 11 എന്ന് നമുക്ക് കിട്ടി, അല്ലെ. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 4 y is equal to 11. അതായത് അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് എന്താണ് y വാല്യൂ എന്ന് പറയുന്നത് 11 എന്ന് നമുക്ക് കിട്ടിയില്ലേ. y വാല്യൂ എന്ന് പറയുന്നത് 11 എന്ന് നമുക്ക് കിട്ടി, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കറിയാം ഇന്റീജർ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ അകത്ത് വന്നാൽ അത് പുറത്തു വരും, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് 11. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു, അത് 4 ആണെന്ന്. 4 + 11 15 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടും. കാര്യം പിടികിട്ടിയല്ലോ, ഇതിന്റെ കളിയെല്ലാം പിടികിട്ടിയല്ലോ എങ്ങനെയാണെന്ന്. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം മനസ്സിലാക്കാം. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഒക്കെ കേസുകളിൽ വരുന്നത് ഈ f of x is equal to log x എന്ന് തന്നിട്ടുണ്ടെങ്കിൽ f of 5 കണ്ടുപിടിക്കുന്നത് എന്താണ്, wherever there is x you should put 5. f of 100 കണ്ടുപിടിക്കുന്നത് എന്താണ്, wherever there is x you should put 100. അങ്ങനെയാണെങ്കിൽ ഈ f of x ഇങ്ങനെയാണെങ്കിൽ what is f of x plus y എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്, wherever there is x replace it by x plus y. ഇപ്പൊ f of x by y എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്, wherever there is x replace it by x by y. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകണ്ട, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓൾറൈറ്റ്, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ ചെയ്യാം. ആദ്യം 3 less than or equal to greatest integer of x less than or equal to 5 ആണെങ്കിൽ ഇതിന്റെ x വാല്യൂസ് എവിടെ വരും, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 3ക്കും 5നും ഇടയ്ക്കാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കാം, 3ഉം 4ഉം 5ഉം എടുക്കാം, അല്ലെ. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 3ഉം 4ഉം 5ഉം എടുക്കുകയാണെങ്കിൽ ഇത് 3, ഇത് 4, ഇത് 5. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 3ഉം 4ഉം 5ഉം എടുക്കുമെങ്കിൽ എക്സ് എവിടെ വരെ പോവാം, 5 എപ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് വരുന്നത്, 6ന് അടുത്ത് വരെ പോയി കഴിഞ്ഞാൽ 5 വരും. 6ൽ ഓൾറെഡി 3 ഇട്ട് കഴിഞ്ഞാൽ 3 തന്നെയാണ്, അതിനെക്കാട്ടിൽ ഏതെങ്കിലും ചെറിയ വാല്യൂ 2. സോ 3 ഇൻക്ലൂഡഡ് ആകാം. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇത് എടുക്കുമല്ലോ. സോ എക്സിന്റെ വാല്യൂസ് എവിടെയൊക്കെ വരും, 3ക്കും 6നും ഇടയ്ക്ക്. 3 ഇൻക്ലൂഡഡ് 6 ഇൻക്ലൂഡഡ് അല്ല, ഇതിനുള്ള ഏത് വാല്യൂവിനും ഇടയ്ക്കും ഇതിങ്ങനെ സംഭവിക്കാമല്ലോ. സോ 3 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 3ക്കും 5നും ഇടയ്ക്കാണെങ്കിൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എടുക്കാവുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. ഇതൊക്കെ മാർക്ക് ചെയ്യുക, പിന്നെ ഇതൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ലോജിക്ക് മനസ്സിലായല്ലോ. സോ കുറച്ച് ചിന്തിക്കുക. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹൈ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത് if 1 less than or equal to greatest integer of x less than or equal to 2. ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 1ഉം 2ഉം. ആ രണ്ട് ഇന്റീജേഴ്സ് അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് എവിടെ വരെ പോകും, എക്സ് 1 വരണമെങ്കിൽ 1 വരെ പോകും. 2 വരണമെങ്കിൽ 3 മാർക്ക് ചെയ്യാം. 3ൽ ഒരു ഹോളും ഇട്ട് കൊടുക്കാം, അല്ലെ. സോ 1നും 3ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും എടുക്കാമല്ലോ. സോ 1 less than or equal to x less than 3. കാരണം എക്സ് 3 വരെയുള്ള വാല്യൂസ് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 2 ആകും. ആ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ കളി കളിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾക്ക് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ -1 less than or equal to greatest integer of x less than or equal to 2. അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇവിടെ എടുക്കാവുന്ന വാല്യൂസ് ഏതാ, -1 0 1 2, അല്ലെ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ -1 0 1
2. എക്സിന്റെ വാല്യൂസ് എവിടെ വരെയൊക്കെ പോവാം? 2 വരണമെങ്കിൽ എക്സ് 3 വരെ പോയി കഴിഞ്ഞാൽ 2 വരാം. -1 വരണമെങ്കിൽ -1 വരെ തന്നെ, അല്ലെ? കാര്യം പിടിയിട്ടില്ലോ. 3 വരെ പോകാം, -1 പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂസ് എത്രയാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എന്നല്ലേ? ഇത്രയുള്ള കാര്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, 5, 6 എവിടെ വേണമെങ്കിലും പോവാം. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഇങ്ങനെ വിട്ടടിച്ച് പോവല്ലേ? അതായത് എക്സ് ബിലോങ്സ് ടു 5 to infinity എന്ന് തന്നെ ഇവിടെ വരും, അല്ലെ? അല്ല, 4 to infinity, സോറി, 4 to infinity എന്ന് തന്നെ നമുക്ക് 4ൽ നിന്ന് എവിടെ വരെ പോയി കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ ഡൊമെയിൻ കണ്ടുപിടിക്കാനുള്ള കളി ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ചെറിയ കളിയൊന്നും അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച സ്റ്റെപ്പ് എന്താണ്? നമുക്കൊന്ന് സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്യാം. എപ്പോഴൊക്കെ whenever there is inequality in greatest integer function, always draw a number line. Always draw a number line for the respective integers. റെസ്പെക്റ്റീവ് ഇന്റീജേഴ്സിന് ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. പിന്നെ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു n ആണെങ്കിൽ എക്സ് ഏതൊക്കെ വാല്യൂസിൽ വരും? n+1നും n-നും ഇടയ്ക്ക് വരും എന്നുള്ള ലോജിക് യൂസ് ചെയ്തിട്ട് കാര്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ കളി കളിക്കുക. ഓക്കെ, ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് y is equal to √of greatest integer of x square -5 into greatest integer of x plus 6. നമുക്കറിയാം റൂട്ടിന്റെ അകത്ത് എന്ത് വന്നു കഴിഞ്ഞാലും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഗ്രേറ്റസ്റ്റ് x square -5 into greatest integer of x plus 6 greater than or equal to 0. ഇതൊരു t എന്നങ്ങ് വിളിക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. So t square minus 5t plus 6 greater than or equal to 0. t minus 2 into t minus 3 greater than or equal to 0. കുന്തത്തിന്റെ കളി. അതായത് t എവിടുന്ന് എവിടെ വരും? -infinity to 2 union 3 to infinity, അല്ലെ? നമ്പർ ലൈനിൽ വരച്ചത് 2 3 കുന്തം വെച്ച് കുത്തുകയാണ്, ഇപ്പുറത്തോട്ടും പോവാന്നുള്ള കളിയല്ലേ, അല്ലെ? സോ -infinity to 2 union 3 to infinity. ഇപ്പൊ ഇതിന് രണ്ടിന്, അതായത് നമുക്ക് എന്താ മനസ്സിലായി? t എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. അതായത് രണ്ട് കേസ് വന്നിട്ടുണ്ട്. കേസ് 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് എക്സ് ബിലോങ്സ് ടു 3 to infinity വരെ പോകുന്നത് കാണിക്കാം. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് എക്സ് ബിലോങ്സ് ടു എവിടെ വരെയാ വരുന്നത്? -infinity to 3 വരെ വരുന്നു എന്ന് കാണിക്കാം. ശരിയല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2ൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരണമെങ്കിൽ അത് 3 വരെ പോവാല്ലോ. 3ൽ ഹോൾ ഇട്ടിട്ട് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. ഇതും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ നമ്മളുടെ കേസ് 1 ഓർ കേസ് 2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലാണല്ലോ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അതേപോലെ -infinity to +infinity വരും. എക്സ് ബിലോങ്സ് ടു -infinity to +infinity എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് a b c are 3 decimal numbers, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, and alpha is equal to greatest integer of a plus b plus c, അതിന്റെ മാക്സിമം വാല്യൂ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് a plus b plus c യുടെ മാക്സിമം വാല്യൂ, and beta is equal to greatest integer of a plus greatest integer of b plus greatest integer of c. Find the quadratic equation having roots alpha and beta. റൂട്ട്സ് ഉണ്ടാവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തൊക്കെയാണ്? നമുക്കൊരു ഡെസിമലിന്റെ കാര്യം ചോദിക്കാം. 1.1 ഡെസിമൽ ആണോ? അല്ല. 2.5 ഡെസിമൽ ആണോ? അല്ല. ഡെസിമലിന് ഇന്റീജർ പാർട്ട് കാണില്ല. 0.1, 0.07 ഇതൊക്കെ ഡെസിമൽ ആണെന്ന് മനസ്സിലാക്കാം. സോ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ എ ബി സി ആർ 3 ഡെസിമൽ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും 1നും 0യ്ക്കും ഇടയ്ക്കാണെന്നാണ് അർത്ഥം, അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇത് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ കാര്യം. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ ഡെഫിനറ്റ്ലി 0 ആയിരിക്കണം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് ബിയും ഡെഫിനറ്റ്ലി 0 ആയിരിക്കണം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് സിയും ഡെഫിനറ്റ്ലി 0 ആയിരിക്കണം.
കാര്യം പിടികിട്ടിയോ? കാരണം എയും ബിയും സിയും സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണെങ്കിൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഡെഫിനറ്റ്ലി സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ എന്ന് പറയുന്നത് 0+0+0 അതായത് 0 എന്ന് കിട്ടി അല്ലെ? സോ ബീറ്റ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടിയതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ആദ്യമായിട്ട് നമുക്കറിയാം 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1, 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1, 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1. ഇനി ഇതിനെല്ലാം ഈ ഇൻഇക്വാലിറ്റി ആഡ് ചെയ്ത ഇത് 0 ലെസ് ദാൻ എ പ്ലസ് ബി പ്ലസ് സി ലെസ് ദാൻ 3 എന്ന് നമുക്ക് കിട്ടത്തില്ലേ? അല്ലെ? അതായത് എ പ്ലസ് ബി പ്ലസ് സി 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എവിടെ വരെ പോകാം? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി 0യെക്കാട്ടിലും കൂടുതലും പിന്നെന്താണ്? 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കാണ് എ പ്ലസ് ബി പ്ലസ് സി. 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കാണ് എ പ്ലസ് ബി പ്ലസ് 3 എങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഏതൊക്കെ വാല്യൂവിൽ വരാം? അത് 1 or 2 ആയിരിക്കണമല്ലോ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഇതിന്റെ ഇടയ്ക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ലെറ്റ്സ് സേ കാരണം ഇത് 0 ആകാൻ പറ്റില്ല. 0 ആകാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ 0യും കൺസിഡർ ചെയ്യണം. പക്ഷെ ഇവിടെ 0 ആകാൻ പറ്റില്ലല്ലോ അല്ലെ? സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 1 or 2 ആണ്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എ പ്ലസ് ബി പ്ലസ് സിയുടെ മാക്സിമം വാല്യൂ. ഇതിൽ രണ്ടിൽ മാക്സിമം ഏതാണ്? 2 ആണ്. ആൽഫ എന്ന് പറയുന്നത് 2 എന്നും കിട്ടി, ബീറ്റ എന്ന് പറയുന്നത് 0 എന്നും കിട്ടി. നമുക്കറിയാം രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ റൂട്ട്സ് ചെയ്യുന്നത്? അതായത് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ എന്താണ് നമുക്ക് കിട്ടിയത്? 2 അല്ലെ? ബീറ്റ എന്ന് പറയുന്നത് 0. സോ 2x plus 0 is equal to 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x is equal to 0 എന്നാണ് നമുക്ക് വേണ്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കളികളാണ് ഇവിടെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പോസ് ചെയ്തതൊക്കെ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുക. നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. ഇതൊരു റിസൾട്ട് ആണ്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട, പിന്നീട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഓർത്ത് വെക്കുക, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/n പ്ലസ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് 2/n പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് n മൈനസ് 1/n. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എൻ എക്സ് ആണെന്ന് ഓർക്കുക. പ്രൂഫ് ലെങ്തി ആണ്, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട, പിന്നീട് നമുക്ക് കുറച്ചും കൂടെ കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/2 പ്ലസ് 1/100 ഓർ അല്ല ആദ്യം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/100 പ്ലസ് 1/2 പ്ലസ് 2/100 പ്ലസ് 1/2 പ്ലസ് 3/100 പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/2 പ്ലസ് 99/100. ഇതിന്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ 1/2ഉം എന്നിന്റെ വാല്യൂ 100ഉം അല്ലേ? സോ ആൻസർ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എൻ എക്സ് അത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 100 ഇൻറ്റു 1/2, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 50 വിച്ച് ഇസ് 50 എന്നായിരിക്കും ഇതിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് 1/n പ്ലസ് എക്സ് പ്ലസ് 2/n പ്ലസ് എക്സെട്ര ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് n മൈനസ് 1/n is equal to ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് nx എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് 1/100 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് 2/100 പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ബൈ 99/100 ഇത് 7 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഇതിപ്പം സെയിം പാറ്റേൺ ആണല്ലോ. ഇതിന് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എൻ എക്സ് അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 100x 7 ആണെന്ന് കിട്ടി. അതായത് 100x എവിടൊക്കെ വരും? 100x 7 പ്ലസ് 1 8നും 7ഉം ഇടയ്ക്ക് വരുമെന്നല്ലേ? 7 ഇൻക്ലൂഡഡ് 8 നോട്ട് ഇൻക്ലൂഡഡ്. ഡിവൈഡ് ചെയ്യുക 100 കൊണ്ട്. സോ 7/100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 8/100 എന്ന് വരും. അതായത് എക്സ് ബിലോങ്സ് ടു ഏത് വാല്യൂസ് ആണ്? 7/100, അതായത് 0.07ഉം 0.08നും
ഇടയ്ക്ക് വരുമെന്നാണ് നമുക്ക് എക്സിന്റെ വാല്യൂസ് ഇതിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെ തന്നെയാണ് എക്സിന്റെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/x ഇസ് ഈക്വൽ ടു 2? അല്ലെ, രണ്ട് ഇന്റീജേഴ്സിന്റെ സമ്മ്, അല്ലെ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഒരു ഇന്റീജേഴ്സ് ആയിരിക്കണം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/x ഒരു ഇന്റീജർ ആയിരിക്കണം, അല്ലെ. ടു ഇന്റീജേഴ്സിന്റെ സമ്മ് 2 വരുന്നെങ്കിൽ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. പോസിബിലിറ്റീസ് 0യും 2ഉം പറ്റും, 1ഉം പറ്റും, 2ഉം 0യും പറ്റും. നമ്മൾ ഇനിയിപ്പോ നെഗറ്റീവ് നമ്പേഴ്സ് പോയി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് വന്ന് റൈറ്റ് സൈഡ് 2 ആകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ പോസിബിലിറ്റി നമുക്ക് എടുത്തു കളയാം. ഓക്കെ, സോ ആദ്യം പോസിബിലിറ്റീസ് എഴുതാം. ഇനി എന്താണ്, നൗ ലെറ്റ്സ് ഡിഫൈൻ കേസസ്. നൗ ഡിഫൈൻ ദ കേസസ്. എന്തൊക്കെയാ കേസസ് ഉള്ളത്? കേസ് 1, ഗ്രേറ്റസ്റ്റ് ഓഫ് ഇന്റീജർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/x 2. ഇങ്ങനല്ലേ, ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സിന്റെ വാല്യൂവും ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/xന്റെ വാല്യൂ ആയിട്ടല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. സോ ആദ്യത്തെ പോസിബിലിറ്റി ഇതാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 0 ആണെങ്കിൽ എക്സ് 0യ്ക്കും 1നും ഇടയ്ക്ക് വരുമെന്ന് അറിയാലോ. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/x 2 ആണെങ്കിൽ 1/x 2നും 3ക്കും ഇടയ്ക്ക് വരുമെന്ന് അറിയാലോ. അതായത് ഇനി ഇൻഇക്വാലിറ്റി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവുമല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 1/3 എന്നാവുമല്ലോ ഇൻഇക്വാലിറ്റി. അതോടൊപ്പം തന്നെ ഇതും, അല്ലെ, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ദിസ് കണ്ടീഷൻ അതായത് എക്സ് ബിലോങ്സ് ടു ഓട്ടോമാറ്റിക്കലി ഏതാണ് 1/3ക്കും 1/2നും ഇടയ്ക്കെന്ന് വരും. കേസസിൽ വിത്തിൻ കേസസ് ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. കേസ് 1, കേസ് 2, കേസ് 3 ഓർ ആണ്, അല്ലെ. ഓർ ആകുമ്പോ യൂണിയൻ എടുക്കുക. കേസ് 2 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയാം. കേസ് 2 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 1ഉം പിന്നെന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/xഉം 1. അതായത് എക്സ് 1നും 2നും ഇടയ്ക്ക് 1/xഉം 1നും 2നും ഇടയ്ക്ക്. അതായത് ഇപ്പൊ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവത്തില്ലേ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എവിടെയാണ്? എക്സ് 1നും 2നും ഇടയ്ക്ക്, 1 2 1നും 2നും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഹോൾ ഇട്ടു. അടുത്ത് 1നെക്കാട്ടിലും അടുത്ത് 1/2നും 1നും ഇടയ്ക്ക്. 1/2 ഇവിടെ ആയിരിക്കണമല്ലോ, 1/2നും 1 ഇൻക്ലൂഡഡ്. രണ്ടിനെയും കോമൺ എത്രയാണ്? ജസ്റ്റ് 1 ഉള്ളൂ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് മാത്രമേ ഇതിന്റെ അകത്ത് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അത് കേസ് 3യിലേക്ക് കിടക്കാം. കേസ് 3 എന്താണ് പറ്റുന്നത്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ഉം എടുക്കാം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1/x 0യും എടുക്കാം. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 2 ആണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എന്നും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x ലെസ് ദാൻ 1 എന്നും എഴുതാമല്ലോ. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/0 ഇൻഫിനിറ്റി വരും, അല്ലെ. ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? എക്സ് ബിലോങ്സ് ടു ഇത് 1 to ഇൻഫിനിറ്റിയും 2 to 3യിലും വന്നു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു 2 to 3 എന്ന് നമുക്ക് എഴുതാം, അല്ലെ. സോ ഈ മൂന്ന് കേസിന്റെയും കൂടെ യൂണിയൻ അല്ലേ നമ്മുടെ ഉത്തരം. സോ യൂണിയൻ മീൻസ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഇത് സെറ്റ് 2 to 3 ഉണ്ട്, യൂണിയൻ പ്രീവിയസ്ലി 1 വന്നിട്ടുണ്ട്, പിന്നെന്താ വന്നിട്ടുള്ള 1/2 1/3 to 1/2 വന്നിട്ടുണ്ട്, അല്ലെ. യൂണിയൻ 1/3 to 1/2 വന്നിട്ടുണ്ട്. ഇതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. 2 to 3 യൂണിയൻ 1 യൂണിയൻ 1/3 to 1/2 നമ്മുടെ ശരി ഉത്തരമായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ കളി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ കളി എന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷനെ കുറിച്ചൊന്ന് പഠിച്ചു തുടങ്ങാം. ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷന് ആദ്യം അത് റെപ്രസെന്റഡ് ബൈ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് എക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ എക്സാമ്പിൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 3.14 എന്താണ്? 0.14. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 3.27 എന്താണ്? 0.27. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2.78 എന്താണ്? 0.78.
അല്ലെ? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് പൈ എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.14. 3.14 ആക്ച്വൽ വാല്യൂ ഓഫ് പൈ അല്ലാത്തതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.14 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -10.6 എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ 1 മൈനസ് ദ ഡെസിമൽ പാർട്ട്, അതായത് 1 മൈനസ് 0.6 0.4 എന്ന് വരും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -1.24 എത്രയാണ്? 1 മൈനസ് ദ ഡെസിമൽ പാർട്ട്, അതായത് 1 മൈനസ് 0.24 എന്ന് വരും, അതായത് 0.76 എന്ന് വരും. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഓഫ് f of x is equal to fractional part of x എങ്ങനെ വരും നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ്. സോ ലെറ്റ്സ് ഡ്രോ ദ ഗ്രാഫ്. ഓക്കെ, ഇപ്പം നമ്മള് 0 എന്നും 1 എന്നും 2 എന്നും 3 എന്നും 4 എന്നും ഒക്കെ വരച്ചിട്ട് 1ന്റെ ആവശ്യമുള്ളൂ. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസിലെല്ലാം അതിന്റെ വാല്യൂ എന്താണ്? ആ ഫ്രാക്ഷണൽ പാർട്ട് വരും. 1ൽ പോയിട്ട് നിൽക്കില്ല. വീണ്ടും 1നും 1.2നും ഇടയ്ക്ക് വീണ്ടും എവിടെ നിന്നാ തുടങ്ങുന്നത്? 1ൽ വരുവോ? 1 വരുമ്പോഴത്തേക്ക് 0 വരും അല്ലെ? എന്നിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ വരും, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ ഇതിന്റെ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഇത് മാർക്ക് ചെയ്ത് ഇത് എത്രയാണ്? y is equal to 1, ഇത് y is equal to 0. സോ ഇതിന്റെ വാല്യൂസ് 1നും 0യ്ക്കും ഇടയ്ക്ക് കിടക്കുമെന്ന് നമുക്ക് മനസ്സിലായി. 1 വരത്തില്ല, 0 ആകാം അല്ലെ? ഇത്രയേ ഉള്ളൂ കാര്യം. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ 1, ഇതാണ് ഇതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ്. സോ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്? 0 to 1 എന്ന് വരും. ഡൊമെയിൻ എന്താണ്? ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാമല്ലോ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് ഡൊമെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പം y is equal to ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ. ഇത് ആർ ക്ലബിൽ പെടുന്ന കാര്യമല്ലേ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ആർ ഗ്യാങ്ങിൽ പെടുന്ന കാര്യമാണ്, നമുക്ക് മനസ്സിലായി അല്ലെ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ്, അതായത് എക്സിനെ സൈൻ ഇൻവേഴ്സ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന സാധനമാണല്ലോ. സോ ഡൊമെയിൻ ഓഫ് y is equal to ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സെയിം ആസ് ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എവിടെ എന്താണ്? -1 to 1 തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ ആദ്യം എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ 1 അല്ലെ? അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഈ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് അല്ലെ? സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ then greatest integer of x not equal to 0 എന്ന് നമുക്ക് പറയാമല്ലോ. അത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 0യെക്കാട്ടിലും വലുതാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 0 അല്ലെന്ന് പറയാമല്ലോ. ഏത് പൊട്ടനും പറയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്? അങ്ങനെ പൊട്ടനായിട്ടുള്ള സാർ അത് പറഞ്ഞു എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 0 അല്ലല്ലോ, അറിയാലോ. സോ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 0 വരണമെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്? എക്സ് ഒരു ഇന്റീജർ ആയിരിക്കണമല്ലോ. എക്സ് ഒരു ഇന്റീജർ ആയാൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0 വരണമെങ്കിൽ, ഇതൊന്നും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ അല്ലേ, ഫ്രാക്ഷണൽ പാർട്ട് ആണ്. സോ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0 വരണമെങ്കിൽ എക്സ് ഇന്റീജർ ആയിരിക്കണം. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0 അല്ല, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് നോട്ട് ആൻ ഇന്റീജർ എന്ന് നമുക്ക് മനസ്സിലാക്കുമല്ലോ. എക്സ് 0യും അല്ല, എക്സ് ഒരു ഇന്റീജറും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് സെറ്റ് ഓഫ് ഇന്റീജേഴ്സ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ഇന്റീജേഴ്സ് ഒന്നുമല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും എഴുതാൻ സാധിക്കും. ശരിയല്ലേ? വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് എൻ? എൻ ഇന്റീജർ ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട്, ഇന്റീജറിന് ഫ്രാക്ഷണൽ പാർട്ടിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലല്ലോ. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആയിരിക്കും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഫ്രാക്ഷണൽ പാർട്ടിന്റെ കളിയെല്ലാം ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു കാര്യം, വാട്ട് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് മൈനസ് എക്സ്? ഓർക്കുക, ഇതെന്ന് പറയുന്നത് 0 ആയിരിക്കും ഇഫ് എക്സ് ഇസ് ആൻ ഇന്റീജർ അല്ലെ? അത് 1 ആയിരിക്കും ഇഫ് എക്സ് ഇസ് നോട്ട് ആൻ ഇന്റീജർ. എക്സാമ്പിൾ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 3
പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -3. ഇതിന്റെയും ഫ്രാക്ഷണൽ പാർട്ട് 0 ആണ്, ഇതിന്റെയും 0 ആണ്, രണ്ടും കൂടെ 0 ആയി. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2.15 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -2.15. ഇതെന്താണ്? ഇതിന്റെ വാല്യൂ 0.15 ആണ്, ഇതിന്റെ വാല്യൂ എന്താണ്? പ്ലസ് 1 മൈനസ് 0.15 ആണ് അല്ലെ? -0.15 പ്ലസ് 0.15 കട്ട് ചെയ്തു, ഇത് 1 എന്ന് വന്നു. ഇതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -x 0 ആയിരിക്കും. എക്സ് ഒരു ഇന്റീജർ ആയി കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും, എക്സ് ഇന്റീജർ അല്ലെങ്കിൽ. ഓക്കെ, വണ്ടർഫുൾ. കാര്യം 4.2 എന്നുള്ള ഒരു നമ്പറിനെ നമുക്ക് 4 പ്ലസ് 0.2 എന്ന് എഴുതാലോ. ഏതൊരു നമ്പർ 4.2നെ നമുക്ക്, ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 4.2 അല്ലേ, ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 4.2 അല്ലേ. സോ ഒരു 4.2 എന്നുള്ള ഒരു നമ്പറിനെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 4.2 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 4.2 എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഏതൊരു നമ്പർ എക്സിനെയും നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ എഴുതാം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എല്ലാവർക്കും എഴുതാലോ. അതേപോലെ തന്നെ ഇപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്നും എല്ലാവർക്കും എഴുതാലോ. ഇത്രയും കാര്യം എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് y is equal to 1 divided by root of x minus greatest integer of x. നമുക്കറിയാം ഡിനോമിനേറ്റർ വരുമ്പോ എന്താണ്? എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട്. ഈക്വൽ ടു 0 അല്ല, റൂട്ടിനകത്ത് വരുന്നതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. ഇത് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണെന്ന് പഠിച്ചു. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഇന്റീജർ. അത് 0 അല്ല, ഒരു ഇന്റീജറും അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ആർ മൈനസ് സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് എന്ന് വരും. ഇതായിരിക്കണം ഇതിന്റെ ഡൊമൈൻ. എല്ലാ ഇന്റീജർ വാല്യൂവിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാര്യം പിടികിട്ടി വരുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു, ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. ഇതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തി. ഇനിയും നമ്മൾ ഹയർ ലെവലിലേക്ക് വരും. ഇപ്പൊ ഇതിന്റെ 7ാമത്തെ വീഡിയോ ആയിരുന്നു. ഒരു 10 വീഡിയോയിൽ നിർത്താനായിട്ട് ഞാൻ നോക്കും. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് വേണമെന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കാട്ടിലും കൂടുതൽ പോയെന്നും ഇരിക്കും. ഇത് ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത്. +2 വരുന്ന ഫംഗ്ഷന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് വേറൊരു സെക്ഷൻ പിന്നീട് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. വേറെ ഹൈ ലെവലിൽ JEE അഡ്വാൻസിൽ താഴെയുള്ള ഒരു ലെവലിൽ നമ്മൾ കളിക്കുന്നില്ല, അതിന് മുകളിലോട്ടുള്ള ലെവലിലെ നമ്മൾ ഇവിടെ കളിക്കുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ മാത്തമാറ്റിക്സിൽ JEEക്ക് ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാവട്ടെ. അതിന് ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവരിവൺ.